ഹായ്, നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോയിലൂടെ അടൂര് പ്രവർത്തിക്കുന്ന ഒലീവിയ എന്ന് പറയുന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിനെ പറ്റിയിട്ട്, തട്ടിപ്പ് സ്ഥാപനത്തിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ഏകദേശം 9ഓളം കൗൺസിലർമാരെ ഞാൻ വിളിച്ച് സംസാരിച്ചു. ഒപ്പം തന്നെ അടൂർ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോഴത്തെ സർവാധികാരിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന സ്ത്രീയെ കൂടി ഞാൻ വിളിച്ചു. ആദ്യത്തെ വിളിച്ചപ്പം അവരെന്നോട് ബിഹേവ് ചെയ്ത് എന്നോട് മറുപടി പറഞ്ഞ രീതിയാണ് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ കിടക്കുന്നത്. എത്ര ധാർഷ്ട്യത്തോടാണ്, ധിക്കാരത്തോടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ രണ്ടാമത് അവരെന്നെ തിരിച്ചു വിളിച്ചു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ. ആ തിരിച്ചു വിളിച്ചതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിട്ടിട്ടില്ല. ഇനി തറയാൻ വന്നു ആ സ്ത്രീ. ആദ്യം പറഞ്ഞ കാണിച്ച ആ ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും അവരുടെ രണ്ടാമത്തെ എന്നെ തിരിച്ചു വിളിച്ച കോളിൽ കണ്ടില്ല ഞാൻ. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. അപ്പം ഈ സ്ത്രീ എങ്ങനെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയെന്നൊക്കെ ഉള്ളത് CPM-ന്റെ അല്ല LDF-ന്റെ ആന്തരിക വിഷയമാണ്. അത് എനിക്കറിയേണ്ട വിഷയമൊന്നുമല്ല. പക്ഷേ ഈ സ്ത്രീയെ പോലുള്ള വിവരം കെട്ട ആൾക്കാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ പോലുള്ള സ്ത്രീകളെ ഈ LDF അഥവാ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം മുൻപോട്ട് കൊണ്ടുവന്ന് ആ കസേരയിൽ ഇരുത്തുന്നത് നിങ്ങളെ ഇരുത്തിക്കൊണ്ട് അതിന്റെ പിന്നിൽ കമ്മട്ടം നടത്താനുള്ള കളികളാണ് നടക്കുന്നതെന്ന് ഉള്ള ധാരണ ഈ അത്യുന്നത വിദ്യാഭ്യാസമുള്ള ഈ സാറ് മനസ്സിലാക്കണം. ടീച്ചറാണവര്. പക്ഷേ ഇത്തരം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ആ സഹാക്കളുടെ ധാർഷ്ട്യവും ധിക്കാരവും ഈ സ്ത്രീയെ കണ്ടമാനം ബാധിച്ചുപോയി. ഞാൻ സർവ്വ വിവരങ്ങൾ പറഞ്ഞ് ശേഖരിച്ചു വെച്ചതിന് ശേഷമാണ് അവസാനമായിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ വിളിച്ചത്, ഈ ചെയർപേഴ്സണെ വിളിച്ചത്. എന്നിട്ട് അവരുടെ ധിക്കാരം അവരെന്നോട് പറയുകയാണ്, നിങ്ങളുടെ തെളിവുണ്ട്, ഇങ്ങോട്ട് താ. പിന്നെ തെളിവ് ഇവരുടെ ഉണ്ടാക്കിലോട്ട് തെളിവ് കൊടുക്കാനല്ലേ എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവൊക്കെ കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എത്ര വിവരക്കേടാണ് അടൂരിന്റെ ചെയർപേഴ്സൺ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അവര് കണ്ടമാനം ഈ ഒലീവിയ സിബി, അവന്റെ പേര് ഞാനെന്ന് പറയാം, മുഴുവൻ പേര് സിബി സ്റ്റീഫൻ, അവനെയും മെഴുകി വെളുപ്പിക്കാൻ ഭയങ്കരമായി ശ്രമിച്ചു പോകുന്നുണ്ട്. ശ്രമിച്ചോട്ടെ, അത് വാങ്ങിയതിന്റെ നന്ദിയായിരിക്കും, നല്ലതാണ്, നന്ദികേടുണ്ടാകരുത്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളെ ആ കസേരയിൽ നിന്ന് വലിച്ചിറക്കാൻ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ തന്നെ ആളുകളുണ്ട്. അതുകൊണ്ടാണ് വലിയ സർവജ്ഞാനിയായ സാറേ, നിങ്ങളുടെ ഒരു ഉടായിപ്പ് ഉത്തരവ് എൻ്റെ വന്നിട്ടുണ്ട്. നമുക്കിന്ന് അത് ചർച്ച ചെയ്യാം. ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് 20-ാം തീയതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. 20-ാം തീയതി ഒന്നും ഉത്തരവ് ഇറങ്ങിയില്ലെന്ന് എല്ലാവർക്കും അറിയാം, ലോകർക്ക് മുഴുവൻ അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഇന്ന് ധൃതി പിടിച്ച് ഈ ഉത്തരവ് പിൻ ഡേറ്റിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാറ് മറന്നുപോയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, ആ കെട്ടിടം അനധികൃതമായിട്ട് നിർമ്മിച്ചതാണ്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടത്തിന്, പെർമിറ്റ് ഇല്ലാതെ പണിഞ്ഞ കെട്ടിടത്തിന്, ഒരുപാട് ഏച്ചുകെട്ടുകൾ നടത്തിയ ആ കെട്ടിടത്തിന് യാതൊരുവിധ സാധൂകരണവും ഇല്ലാതെ മുനിസിപ്പാലിറ്റി അത് അംഗീകരിച്ചു പോലും കൊടുത്തിട്ടില്ല. അംഗീകരിച്ചു കൊടുക്കണമെന്നുണ്ട്, അതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അത് ചെയ്യാതെ ഇവർ ഇന്ന് പിന്നെ ഇറക്കിയേക്കുന്ന ഇൻഡാസിനകത്ത് പറഞ്ഞേക്കുന്നത് 23-24 ലൈസൻസ് എടുത്തിട്ടില്ലാത്തത് കൊണ്ട് സ്ഥാപനം അടച്ചു പൂട്ടണമെന്ന്. അത് പറ്റത്തില്ല. ആ 23-24 ഇത് ഇൻഡാസ് ഇറക്കിയത് നിങ്ങളുടെ സഹാക്കൾ, നിങ്ങളെ പോലുള്ള വിവരം കിട്ടിയ ആൾക്കാരുടെ സഹാക്കൾക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാൻ കൊള്ളാം. പക്ഷെ എനിക്കൊക്കെ അത്യാവശ്യം ഇച്ചിരി വിവരമുണ്ട്, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, കാര്യങ്ങളെപ്പറ്റി ഗൗരവമുണ്ട്, കാര്യങ്ങളെപ്പറ്റി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പോയിന്റായിട്ട് കാര്യങ്ങൾ ചോദിച്ചത്. എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും ഇല്ലല്ലോ സർവജ്ഞാനി നിങ്ങൾക്ക്. അതെന്തും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞിരുന്നത്
ആ കെട്ടിടത്തിന് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഒറ്റ ചോദ്യം മാത്രമാണ്. അതില്ലാന്ന് നിങ്ങൾ തന്നെ ബോധിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ഇൻഡാസ് ഇവിടെ ഇരിപ്പുണ്ട്. തൽക്കാലം എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. എന്തിനാ എഡിറ്റിംഗ്? എന്റെ വീഡിയോക്കൊന്നും എഡിറ്റിംഗ് ഒന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. സത്യങ്ങൾ വിളിച്ചു പറയുമ്പം കീറാമുട്ടികളുടെ ഒന്നും ആവശ്യമില്ല. ഉള്ളതുപോലെ അങ്ങ് തീർത്ത് പറയുക. എന്റെ പോളിസി അതാണ്. എനിക്ക് നിങ്ങളുടെ ആരുടെയും വീതം കിട്ടിയിട്ട് ചെലവ് കഴിയുകയും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇറക്കിയിരിക്കുന്ന ആ ഇൻഡാസ് പോരാ. തൽക്കാലം കെട്ടിടം സാധൂകരിച്ചതിന്റെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇൻഡാസ് എന്തുകൊണ്ട് ഇറക്കിയില്ല സാറേ? അതിന് വഴിയെ ഇറക്കുമായിരിക്കും, ഇല്ലയോ? ഇന്നിപ്പോ ഞാനിത് എടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാളെ ഇറക്കിയാൽ മതി, സാരമില്ല, പോട്ടെ, അതൊക്കെ നമ്മൾ നാട്ടുകാർ ക്ഷമിക്കും. പക്ഷേ നിങ്ങൾ ഇറക്കുന്ന ഈ ഇൻഡാസിനകത്തൊക്കെ നിങ്ങൾ കുറെ ചട്ടങ്ങളൊക്കെ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കൊടുത്തേക്കുന്ന നോട്ടീസിന് ആ ചട്ടങ്ങളൊക്കെ മതിയാകും. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇപ്പോഴും നിങ്ങൾ ഇനി പറയാനുണ്ട്. കെട്ടിടം എപ്പോ സാധൂകരിക്കും? അല്ലെ, എപ്പോ സാധൂകരിച്ച്? കെട്ടിടം സാധൂകരിക്കാതെ അതിനകത്ത് ലൈസൻസ് കൊടുക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞ്? അതിന് നിങ്ങൾക്ക് അനുവാദമുണ്ടോ? ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന സർവജ്ഞാനി, അവിടെ ഒരു സെക്രട്ടറി എന്നും പറഞ്ഞ ഒരാൾ ഇരിപ്പുണ്ട്. അയാളോട് പോയി ചോദിച്ചാൽ അറിയാം. അവർ ചട്ടമൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ആ സ്ഥാനത്ത് ഇരിക്കുന്നവരാണ്. പോയി ചോദിക്കണം. സമയം കിട്ടുമെങ്കിൽ വല്ലപ്പോഴും അവിടെ കാണാൻ ചെല്ലുമെന്നുണ്ടെങ്കിൽ അന്നേരം അയാളോട് ചോദിക്കണം, എടാ ഇതിന്റെ ചട്ടം എങ്ങനെയൊക്കെയാണ്. അപ്പൊ അയാൾ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ വല്ല അത്യാവശ്യം പഞ്ചായത്ത് രാജ് ആക്ട് വായിച്ചിട്ടുള്ള വക്കീലന്മാർ വല്ലതുകൊണ്ട് അവരോട് ചോദിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൗൺസിലർ അഡ്വക്കേറ്റ് ഷാജഹാനൊക്കെ നല്ല ജ്ഞാനിയാണ്, നിയമത്തെ പറ്റി നല്ല ഗ്രാഹ്യമുള്ള ആളാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചാലും മതിയാകും. ഇനി ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. സാധാരണ ഞാൻ പല സമയങ്ങളിലും പലരോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ സാറ് ഇത്രയും വലിയ മുഴുത്ത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കൗൺസിലറായി ചെയർപേഴ്സൺ ആയതിനു ശേഷമെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഈ പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരു ഇത്രയും കനമൊക്കെ ഉള്ള ബുക്കാ. മാർക്കറ്റിൽ ഒരു 1200 1300 രൂപയ്ക്ക് കിട്ടും. സമയം കിട്ടുമെങ്കിൽ ഈ സ്ഥാനത്തു നിന്ന് ഇറങ്ങുന്നതിന് മുമ്പെങ്കിലും അതൊന്ന് വായിച്ചു പഠിക്കണം. അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്തൊക്കെ എപ്പോൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന്. അതൊക്കെ ഒന്ന് പഠിച്ചേ പറ്റുള്ളൂ. ഇല്ല ഞാൻ പഠിപ്പിക്കുമെന്ന് ഞാൻ രാവിലെ വിളിച്ചപ്പം പറഞ്ഞില്ലയോ, ഇല്ല നടപടിയൊക്കെ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ ആ സ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ. അതിന് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ കേട്ടോ സാറേ. അപ്പൊ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കെട്ടിടത്തിന്റെ ആ അവസ്ഥ, അതിന് മാറ്റം എങ്ങനെ ഉണ്ടാകും? എന്തുകൊണ്ട് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അതിനുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ല? ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതിനകത്ത് കമ്മട്ടം കാണിച്ച് ബാക്ക് ഡേറ്റിൽ 20ാം ഡേറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത്, അതൊക്കെ ഓക്കെ, സമ്മതമാണ്. കാര്യം നിങ്ങളല്ലേ ഭരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. പക്ഷേ കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ സാറേ. കെട്ടിടമില്ലാത്തടത്ത് എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നവര്? അതെന്താ സാറേ ചിന്തിക്കാഞ്ഞത്? അയ്യേ, മൊത്തം നാറ്റക്കേസാ. പറഞ്ഞു വരുന്ന ഉടനെ അടൂര് മുനിസിപ്പാലിറ്റിയും അടൂരിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനവും LDF തന്നെയും മൊത്തം നാറ്റക്കേസാണ്. അവരുടെയൊക്കെ പിൻബലം ഉണ്ടെന്നുള്ള ധാരണ ഞാൻ പല CPM-ന്റെ നേതാക്കന്മാരോട് സംസാരിച്ച CPM-ന്റെ നേതാക്കന്മാരൊക്കെ എന്നോട് പറഞ്ഞത്, ഞങ്ങളാരും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നെ ഞങ്ങൾ വല്ലപ്പോഴും പിരിവൊക്കെ പോയി മേടിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളെന്നാണ് അവർ പറയുന്നത്. പക്ഷേ CPM-ന്റെ എല്ലാ സഹായവും ഉണ്ടെന്ന് ഈവൻ ആൾക്കാരെ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെ കഴിവുകേടാണ്. എന്റെ കഴിവുകേടായിട്ട് കൂട്ടണ്ട കേട്ടോ സാറേ. അത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കഴിവുകേടാണ്. നിങ്ങളെ വെച്ച് അവൻ കാശുണ്ടാക്കുന്നെങ്കിൽ തൽക്കാലം നമുക്കിത് ഇവിടെ നിർത്താം. ബാക്കി നമുക്ക് നാളെ ഇനിയുണ്ട്. 10-12 വീഡിയോയിലൊന്നും തീരത്തില്ല. ഇങ്ങനെ അടുക്കടുക്കി വെച്ചിരിക്കുകയാണ്. സർവജ്ഞാനി മുനിസിപ്പൽ ചെയർപേഴ്സൺ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ കാലേ വാരി താഴെ അടിക്കാൻ നിങ്ങളുടെ കൗൺസിലിൽ തന്നെ ആൾക്കാരുണ്ട്. നിങ്ങളെ ആ കസേരയെന്ന് വലിച്ച് താഴെ ഇറക്കിയിട്ട് വേണം ആ കസേര കയറി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇച്ചിരിയുടെ വരട്ടെ, ശകലം കൂടെ വരേണ്ടത് മൂക്കാനുണ്ട് ഇച്ചിരിയുടെ. അപ്പൊ ഇന്നത്തേക്ക് നിർത്താം. അല്ലയോ സഖാത്തി? ലാൽ സലാം.